ആലുവ പുളിഞ്ചോട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് നടപ്പാതയും ഡ്രെയിനേജും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എം.പി. ജെ.ബി. മേത്തർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ കത്തിലൂടെയാണ് എം.പി. ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വിമാന കമ്പനികൾ നടത്തുന്ന സംഘടിത കൊള്ള അവസാനിപ്പിക്കണമെന്നും തകർച്ചയിലായ കേരളത്തെ കാർഷിക മേഖലയിലേക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണമെന്നും എം.പി. രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നുമുള്ള PWD റോഡും ദേശീയപാതയും സംഗമിക്കുന്ന ജംഗ്ഷനാണ് പുളിഞ്ചോട് സിഗ്നൽ ജംഗ്ഷൻ. PWD റോഡിലുള്ള ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയായെങ്കിലും പുളിഞ്ചോട് കവല മുതലുള്ള ഭാഗത്തേക്ക് പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ്. മഴക്കാലത്ത് ഇത് റോഡിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്നതിനും ഗതാഗത കുരുക്കിനും കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനാൽ ദേശീയപാത 544 ആലുവ പുളിഞ്ചോട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് നടപ്പാതയും സമാന്തരപാതയും ഡ്രെയിനേജും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് രാജ്യസഭ എം.പി. ജെ.ബി. മേത്തർ കത്ത് നൽകി. വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിന് വൻ വർധനവ് വരുത്തിയതുമൂലം സാധാരണ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെന്നും അതിനാൽ ഈ സംഘടിത കൊള്ള അവസാനിപ്പിക്കണമെന്നും ജെ.ബി. മേത്തർ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. From Gulf countries to India and back, ordinarily he has to pay rupees 8,000 to and fro, meaning 16,000. But now the present rate, the average rate for from Gulf country to Kerala or India is 46,000, which means for him it would be close to 1 lakh. How will that poor laborer pay, sir? Now if കൂടാതെ ആവർത്തിക്കുന്ന വരൾച്ച, പ്രകൃതി ദുരന്തങ്ങൾ മൂലം തകർച്ചയിലായ കേരളത്തിന്റെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. To grant a special financial package for the revival of agricultural sector in the state. It is requested to issue directions to banks to write off the agricultural loans of the farmers whose crops have been destroyed. I further urge the government to provide special financial assistance to the people of Wayanad for compensating the losses in agriculture and livestock. ന്യൂസ് ബ്യൂറോ, ആലുവ. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.